Modern Literary Theory, Poststructuralism, video recording number 12. As already told, in beginning theory we can see a kind of session. In most of the theories we can see a session that discusses what that particular theory, the people belonging to that actually what do they do. എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ എപ്പോഴും വാട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിക്സ് ഡു എന്നാണ്. In the case of this theory, in the case of this paper, this part, we can see that, and we have some 5 points here. അതിൽ എല്ലാം ഒരു നട്ട്ഷെല്ലിൽ തരികയാണ് ആ തിയറിസ്റ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു അത് പ്രാക്ടിക്കലി അത് ചെയ്യും. അങ്ങനെയാണ് ശരിക്കും എല്ലാ തിയറിയും അത് പ്രാക്ടിക്കലി വൺസ് യു അപ്ലൈ ഇൻ സം ഓഫ് ദി വർക്ക്സ്. ഇപ്പം നോട്ട് ജസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ. പോസ്റ്റ് സ്ട്രക്ചറിസം ആകുമ്പോൾ നമ്മൾ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് പറയും, ബിക്കോസ് ഡീകൺസ്ട്രക്ഷൻ ഹാസ് എ മോർ ഓഫ് എ പ്രാക്ടിക്കൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അതിന് അറിയാമല്ലോ. പക്ഷേ നമ്മൾ ഇപ്പം ഫെമിനിസം ആണെങ്കിലും മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ആണെങ്കിലും ഏത് തിയറി ആണെങ്കിലും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടെനറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം, അത് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒരു ലിറ്റററി വർക്ക്സിലെ കോണ്ടെക്സ്റ്റുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ പാട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു വുമൺ ഒപ്രഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഓൾറെഡി അതിൽ ഇംപ്ലൈഡ് ആണ്. അപ്പോൾ അതെവിടെയാണ് ഒരു നോവലിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ തിയറിയുടെ പറയുന്ന ബേസിസിൽ നമ്മൾക്കതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇൻ ദ സെയിം വേ ഹിയർ വിത്ത് പോസ്റ്റ് സ്ട്രക്ചറിസം, ദേ ക്യാൻ ഡു സംതിങ്, ദേ ഡു സംതിങ് ആൻഡ് വി വിൽ ഹാവ് ടു നോ വാട്ട് ദോസ് ആർ. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഒരു വർക്കിൽ, എങ്ങനെയാണ് അത് അവർ പ്രാക്ടിക്കലി ഹൗ ഡു ദേ മേക്ക് യൂസ് ഓഫ് ദിസ് ടെനറ്റ്സ്, വി വിൽ ഹാവ് ടു നോ. So first one, they read the text against itself. നമ്മൾ already പറഞ്ഞതാണ്. So as to expose what might be thought of as the textual subconscious, where meanings are expressed which may be directly contrary to the surface meaning. അതാണ് അവിടെ ടെക്സ്ച്വൽ സബ് കോൺഷ്യസിനെയോ അല്ലെങ്കിൽ അൺകോൺഷ്യസിനോ തന്നെ അൺട്രാവൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇതുവരെയുള്ളതിന് ഡയറക്റ്റ്ലി കോൺട്രറി ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അതിൻ്റെ എക്സ്ട്രീമിലാണ് എപ്പോഴും അതിൻ്റെ എക്സാമ്പിൾ പറയുള്ളൂ. അതായത് ഹീറോ വില്ലനായി മാറുന്നു എന്ന് പറയുന്നിടത്ത് അതുവരെയും ഏറ്റവും അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സോ ദ സിറ്റുവേഷൻസ് ഓർ ദെയർ അപ്രോച്ച്, ദെയർ സ്റ്റാൻഡ്സ് ടുവാർഡ്സ് സം സിറ്റുവേഷൻ, ദെയർ വേ ഓഫ് ഡീലിംഗ് സം ലൈഫ് ഇവൻറ്റ്സ്, അതിൽ അവരെടുക്കുന്ന സ്റ്റാൻഡ് അതുവരെയും ഹൈലി അപ്രീഷിയേറ്റഡ് ആയിരിക്കും. ഓർ ഇൻ എ സർഫസ് ലെവൽ റീഡിങ് they may be appreciated to the core, peak. But here, after a deconstructive reading, we do get a very entirely different picture. എന്നാണ് ഒരു ഡയറക്ട്ലി കോൺട്രറി ടു ദ സർഫസ് മീനിങ് എന്ന് പറയാനുള്ള കാരണം. ദെൻ സെക്കൻഡ് വൺ, ദേ ഫിക്സ് അപ്പോൺ ദി സർഫസ് ഫീച്ചേഴ്സ് ഓഫ് ദി വേർഡ്സ്, സിമിലാരിറ്റീസ് ഇൻ സൗണ്ട്, ദ റൂട്ട് മീനിങ്സ് ഓഫ് വേർഡ്സ്, എ ഡെഡ് ഓർ ഡൈയിങ് മെറ്റഫർ. ഇതാണ് അടുത്ത അതായത് ഏതെങ്കിലും ഒരു ഫീച്ചർ, വേർഡിൻ്റെ ഫീച്ചർ. ഇത് എറ്റിമോളജിയിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അത് കാണാൻ പറ്റും. കാരണം നമ്മൾ ഒരിക്കലും ചിലപ്പം ഡിക്ഷണറിയിൽ പോലും നമ്മൾ സംടൈംസ് വി മേ നോട്ട് സീ, ബിക്കോസ് ആർക്കൈക് മീനിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഡൈയിങ് ഓർ ഡെഡ് ഓർ ഡൈയിങ് മെറ്റഫർ നമ്മളിപ്പോൾ അത് യൂസേജിൽ ഉണ്ടാവണമെന്നില്ല. ബട്ട് ദാറ്റ് ഈസ് വൺ ഓഫ് ദി റിപ്രസ്ഡ് സെൽഫ്സ് ഓഫ് ദി വേർഡ് ഓർ ദി ഫ്രേസ്. അവിടെ എന്തായി മാറും, നമ്മൾക്ക് ആ മീനിങ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിന് ഇങ്ങനെയൊരു റീഡിങ് കൂടി പോസിബിളാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നതാണ്. ആൻഡ് ബ്രിങ് ദീസ് ടു ദ ഫോർഗ്രൗണ്ട് സോ ദാറ്റ് ദേ ബിക്കം ക്രൂഷ്യൽ ടു ദ ഓവറോൾ മീനിങ്. ഒരു ചെറിയ മീനിങ്ങിൽ വരുന്ന ഡിഫറൻസ് അല്ലെ അതിന് ഡിഫറെൻറ്റ് റീഡിങ് കൊണ്ടുവരുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു പുതിയ റീഡിങ് നമ്മൾക്ക് അവിടെ കിട്ടും. And third point, they seek to show that the text is characterized by disunity rather than unity. അത് ഇന്നലെ ന്യൂ ക്രിട്ടിക്കുമായിട്ട് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് പറയാൻ പറ്റുക. അതായത് ഈവൻ വെൻ ദേ കം ടു റിയലൈസ്, ന്യൂ ക്രിറ്റിക്സ് ഈവൻ ദേ റിയലൈസ് ഓർ റെക്കഗ്നൈസ് സം ഡിസ്യൂണിറ്റീസ്, എലമെൻറ്റ്സ് ഓഫ് ഡിസ്യൂണിറ്റീസ്, ദേ ഡു നോട്ട് ട്രൈ ടു പ്രൊജക്റ്റ് ഇറ്റ്. അതിന് പകരം അതെങ്ങനെയെങ്കിലും ആ ടെക്സ്റ്റിൻ്റെ ഒരു വളരെ കാം ആൻഡ് ക്വൈറ്റ് റീഡിംഗ് ആക്കി ഒരു അനാലിസിസ്, ഒരു മാനിപ്പുലേഷനൊക്കെ നടത്തി ഇതാണ് ദിസ് ഈസ് ദ ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അത് പ്രസൻറ്റ് ചെയ്യും. ബട്ട് വാട്ട് ഡു ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിക്സ്, ഈവൺ ഇഫ് ദേ ഗെറ്റ് എ കൈൻഡ് ഓഫ് എന്തെങ്കിലും ചെറിയ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് റീഡിങ് പോസിബിളാണെന്ന് കണ്ടാൽ അത് കംപ്ലീറ്റ് ടെക്സ്ച്വൽ ഡിസ്യൂണിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നതാണെങ്കിലും ദേ നെവർ ട്രൈ ടു സപ്രസ് ദാറ്റ്, ദേ ട്രൈ ടു പ്രൊജക്റ്റ് ഇറ്റ് ആൻഡ് ബ്രിങ് ടു ദി ഫോർഗ്രൗണ്ട്.
And the fourth point, that they concentrate on a single passage and analyze it so intensively that it becomes impossible to sustain a univocal reading and the language explodes into multiplicities of meaning. ഇതാണ് അടുത്ത മെയിൻ പോയിന്റ്. അതായത് പിന്നെ ഇപ്പം ഇൻറ്റൻസീവ്ലി ഒരു പാരഗ്രാഫിനെ തന്നെ ഇവർ റീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ന്യൂ ക്രിട്ടിക്കൽ മെത്തേഡാണത്. അതായത് എക്സ്പ്ലിക്കേഷൻ ഡി ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വി ഡിഡ് സീ ഇറ്റ് ഇൻ ന്യൂ ക്രിറ്റിസിസം. പക്ഷേ ഇവരുടെ അപ്രോച്ചിലാണ്, അല്ലെങ്കിൽ അവർ ഇൻറ്റർപ്രിട്ടേഷൻ കൊണ്ടുവരുന്ന രീതിയിലാണ് ശരിക്കും മാറ്റമുള്ളൂ. അല്ലാതെ അവരൊരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്ന രീതി നോക്കാമെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ന്യൂ ക്രിറ്റിസം കുറച്ചും കൂടി മുന്നേ വന്നതാണ്. അതിൽ ശരിക്കും പറഞ്ഞത് മടുത്തിട്ടാണ് ആക്ച്വലി സം ഓഫ് ദി newly emerging schools were trying for something. They were fed up with new criticism. കാരണം ഇതിങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ട് വളരെ ഡീപ്പർ, ബട്ട് നത്തിങ് ന്യൂ ഈസ് ഗിവൺ. ഈ പുതുമകൾക്ക് വേണ്ടി സംതിങ് നോവൽ ന്യൂ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ഇൻ്റലക്ച്വൽ സെക്ടറിന് ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റാണ് ആക്ച്വലി ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ബിക്കോസ് അവർക്ക് അവരുടെ ഇൻ്റലക്റ്റ് വർക്ക് ചെയ്യാനും അതിൻ്റെ ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാനും ഇവിടെ ചാൻസ് ഉണ്ട്. ന്യൂ ക്രിറ്റിസം ഡസൻ ഗിവ് ദാറ്റ്. അതുകൊണ്ടാണ് ശരിക്കും പറയുന്നുണ്ട് അങ്ങോട്ട് അമേരിക്കൻ സ്കൂൾസിലൊക്കെ അങ്ങോട്ട് മടുത്തു അവർക്ക് ന്യൂ ക്രിറ്റിസം പ്രാക്ടീസ് ചെയ്ത്. അവിടേക്ക് ഇവർക്ക് ഇത് കിട്ടുമ്പോൾ സംതിങ് ലൈക്ക് ഒയാസിസ് ഇൻ ദ ഡെസേർട്ട്. പിന്നെ വരുന്നത് അതാണ്. അപ്പോൾ ഇൻറ്റൻസീവ്ലി അവരതിനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ടു സസ്റ്റെയിൻ എ യൂണിവോക്കൽ റീഡിങ് ആൻഡ് ദ ലാംഗ്വേജ് എക്സ്പ്ലോർസ് ഇൻ ടു. അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇമ്പോസിബിൾ ആണ് ഫോർ എ യൂണിവോക്കൽ റീഡിങ്. ദറ്റ് വൺ റീഡിങ് ദറ്റ് ഈസ് ഗിവൺ ഇൻ എ വെരി ഫേമസ് ടെക്സ്റ്റ് ഓർ ഗൈഡ്. ഒരു പോയം തരുന്നു, അതിൻ്റെ അനാലിസിസിന് വേണ്ടി പണ്ട് നമ്മളെല്ലാവരും ഓടും ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഗൈഡിന് വേണ്ടിയിട്ട്. അതിൽ പറയുന്ന ഒരു ഇൻറ്റർപ്രിട്ടേഷൻ വി യൂസ്ഡ് ടു ബൈ ഹാർട്ട് ഇറ്റ് ആൻഡ് എവ്രി വൺ യൂസ്ഡ് ടു omit it in the examination paper and teacher is happy, students are happy, you are given full marks. No chance at all now. ഇപ്പോൾ എന്താണ്, you can read it in the way you prefer to, provided that you can substantiate your point. അതാണ് പുതിയ ആശയങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഇറ്റ്സ് നോട്ട് എ റാൻഡം സബ്വേർഷൻ എന്ന് ഓൾറെഡി ഇതിൻ്റെ ഡെഫിനിഷനിൽ പല ക്രിറ്റിക്സും തന്നെ ഓൾറെഡി പറഞ്ഞു. കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. പക്ഷേ എങ്കിൽ എന്താ, ആ കണ്ടീഷൻസ് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ബ്രിങ് മാജിക് ടു ദി റീഡിങ്. മാജിക്കൽ റീഡിങ്സ് വി ക്യാൻ കം അപ്പ് വിത്ത്. കാരണം അതിൽ ഇങ്ങനെയൊക്കെ ഒരു റീഡിങ് ഉണ്ടായിരുന്നു ഇതിനെന്ന് നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അങ്ങനത്തെ റീഡിങ്സാണ് ചിലപ്പോൾ ഒക്കെ സബ്വേർഷനിൽ വരിക. ആ മൾട്ടിപ്ലിസിറ്റീസ് ഓഫ് മീനിങ് എന്നുള്ള ടേം ഓർമ്മിക്കുക. പിന്നെ വരുന്നത് ദ ലുക്ക് ഫോർ ഷിഫ്റ്റ്സ് ആൻഡ് ഫിഫ്ത്ത് ലാസ്റ്റ് പോയിൻ്റ് ആണ്. ദ ലുക്ക് ഫോർ ഷിഫ്റ്റ്സ് ആൻഡ് ബ്രേക്സ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് സീ ദീസ് ആസ് എവിഡൻസ് ഓഫ് വാട്ട് ഈസ് റിപ്രസ്ഡ് ഓർ ഗ്ലോസ്ഡ് ഓവർ ഓർ പാസ്ഡ് ഓവർ ഇൻ സൈലൻസ് ബൈ ദി ടെക്സ്റ്റ്. ഇതെല്ലാം ഓൾറെഡി വന്ന പോയിൻറ്റ്സാണ്. എങ്ങനെയാണ് നമ്മൾ വളരെ സൈലൻസ്, ആ ടെക്സ്റ്റ് ഇങ്ങനെ വളരെ നമ്മളിങ്ങനെ മറച്ച് നോക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ഒരിക്കലും നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക പോലും ചെയ്യാത്ത, അറിയാതെ പോകുന്ന ചില റിപ്രസ്ഡ് എലമെൻസിനെയാണ് ഈ രീതിയിൽ ഇവർ കണ്ടുപിടിക്കുക. So these discontinuities are sometimes called fault lines, a geological metaphor referring to the breaks in rock formations which give evidence of previous activity and movement. അടുത്ത ഒരു മെയിൻ ഈ ഫോൾട്ട് ലൈൻ എന്ന് പറയുന്നത് ഒരു ജിയോളജിക്കൽ മെറ്റഫറാണ് ശരിക്കും. അതായത് നമ്മൾ അതിൻ്റെ ഈ റോക്ക് ഫോർമേഷനിലൊക്കെ അല്ലെങ്കിൽ റോക്കിങ്ങനെ ചലനം, അതിൻ്റെ ഉള്ളിലിങ്ങനെ ഓൾവേസ് ദിസ് ആക്ടിവിറ്റീസ് ആർ ഹാപ്പണിങ്, മൂവ്മെൻറ്റ്സും അതിൻ്റെ റോക്സായാലും എന്തായാലും പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലിങ്ങനെ അത് തമ്മിലുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ വിനോ നാച്ചുറൽ ഫിനോമിന എന്ന് പറയുമ്പോൾ ഇപ്പം എന്തുകൊണ്ടാണ് ലാൻഡ് സ്ലൈഡെല്ലാം ഉണ്ടാകുന്നത് നമ്മളൊരിക്കലും കാണില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ലുക്കിംഗ് അറ്റ് എ മൂവിങ് കാർ ഓർ ബസ് ഓർ വെഹിക്കിൾ സംതിങ്. അങ്ങനെയല്ല, നമ്മൾ നേരിട്ടിട്ട് കാണുമ്പോൾ ഈ പറയുന്ന റോക്സ് മൂവിങ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചലനങ്ങളുണ്ടെന്ന് വി കനോട്ട് ഐഡൻറ്റിഫൈ. ബട്ട് ദാറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി സം ആക്ടിവിറ്റീസ്, ജിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആർ ഹാപ്പണിങ് ഇൻസൈഡ്. പെട്ടെന്ന് കുറേ കഴിയുമ്പോൾ അതിങ്ങനെ പിളർന്നു വരുന്നതായിട്ട് കാണും. അതുവരെ അതിനുള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് നമ്മൾ കാണില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ടെക്സ്റ്റും. ഇങ്ങനെ ഓൾവേസ് എവറി ടൈം ഇറ്റ് ഈസ് റെഡി ടു ബ്രേക്ക്.
ടു സെറ്റ് അപ്പാർട്ട് ഇറ്റ് സെൽഫ്. അതിൻ്റെ ഡിസ്യൂണിറ്റി അത്ര അധികമാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓൾവേസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. കാരണം കുറേ റിപ്രസ്ഡ് എലമെൻറ്റ്സ് ഉണ്ട്. ജസ്റ്റ് തിങ്ക് അബൌട്ട് എ പേഴ്സൺ ഹൂസ് മൈൻഡ് ഈസ് റിയലി ഇറിറ്റേറ്റഡ് ആൻഡ് ഹി ഓൾ ഷീ കനോട്ട് ഒരു അത്രയും പിന്നെന്താണ് വളരെ സംടൈംസ് ദേ മേ ബി ഹൈലി ടെമ്പറാമെൻറ്റൽ, ദേ കനോട്ട് ബിഹേവ് ദംസെൽസ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മോസ്റ്റ് ഓഫൺ വി കനോട്ട് ഐഡൻറ്റിഫൈ ഇഫ് she or he hides that or represses those emotions. അപ്പോൾ അതേപോലെയാണ് ഒരു ടെക്സ്റ്റും. unless and until one goes and tries with a deconstructive reading, it doesn't come out. The new reading doesn't come out, or new readings do not come out. ആ പോയിന്റിലാണ് ഇവിടെ പറയുന്നത്. ആ ഫോൾട്ട് ലൈൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്നിട്ട് പിളർന്ന റോക്ക് ഇങ്ങനെ സംടൈംസ് വി ക്യാൻ സീ ഇറ്റ് ടു ബി സെറ്റ് അപ്പാർട്ട്. ഇറ്റ് സീംസ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലേക്കാണ് ഒരു ടെക്സ്റ്റിനെ ഈ പറയുന്ന റീഡിങ്ങിലോട്ട് എത്തിക്കാൻ പറ്റുക. അപ്പോൾ ഇത്രയുമാണ് ഡീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ബ്രെയിൻ സ്റ്റോമിങ്ങിന് പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഒന്ന്. പിന്നെ നമുക്ക് പുതിയ റീഡിങ്സാണ്. നമ്മൾ വെറുതെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ക്രിറ്റിസിസം ഈസ് നീഡഡ്. ക്രിറ്റിസിസം ഇൻ ദ റിയൽ സെൻസ് ഓഫ് ദ ടേം in the context of literary criticism and theory, not just the kind of negative commentary on something. അങ്ങനെയല്ല. ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ അനാലിസിസ് എന്നുള്ള പോയിന്റിലെടുത്ത് എന്തിനാണ് അനാലിസിസ് നടത്തുന്നത്? ഒരു ടെക്സ്റ്റിന് ഒറ്റ റീഡിങ്ങേ ഉള്ളൂവെങ്കിൽ ഒരു 10-15 വർഷം മുന്നേ ഇറങ്ങിയ ടെക്സ്റ്റിന് പിന്നെ എന്തിനാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷനും അനാലിസിസും നടത്തുന്നത്? ഇറ്റ്സ് നോട്ട് അബൌട്ട് ബൈ ഹട്ടിങ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ വരിക. അതായത് നമുക്ക് ഇഫ് വി ക്യാൻ കം അപ്പ് വിത്ത് സം ക്രെഡിബിൾ ന്യൂ റീഡിങ്സ്, ഇറ്റ്സ് സംതിങ് അപ്രീഷ്യബിൾ ആൻഡ് കമൻറ്റബിൾ. സോ ദാറ്റ്സ് ഓൾ വിത്ത് ഡീകൺസ്ട്രക്ട് അവാർഡ്സ് വാട്ട് ഡു ദേ ഡു എന്നുള്ളതിൻ്റെ ഉത്തരങ്ങളാണ് ഈ 5 പോയിന്റിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വൺസ് വി ഗോ ഫോർ ഡീകൺസ്ട്രക്ടിങ് എ ടെക്സ്റ്റ് വി ക്യാൻ ട്രൈ വിത്ത് ഓൾ ദീസ് പോയിന്റ്സ്. നെക്സ്റ്റ് വി വിൽ കം വിത്ത് 2 എക്സാമ്പിൾസ് എങ്ങനെ ഇത് പ്രാക്ടിക്കലി ചെയ്യാമെന്നുള്ളത്. ദാറ്റ് ഈസ് അനദർ ഫീച്ചർ ഓഫ് പീറ്റർ ബാരി. അതൊരിക്കലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻ റൈറ്റിംഗ് ചെയ്യാൻ സംടൈംസ് ഇറ്റ് ഈസ് ഗിവൺ ആസ് എൻ അപ്പൻഡിക്സ്. സം ഓഫ് ദി പോംസ് ഓർ ഷോർട്ട് സ്റ്റോറീസ് that are taken as example for some of practical example. അത് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടെക്സ്റ്റുകൾ അപ്പൻഡിക്സ് ആയിട്ടാണ് ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് അതിൻ്റെ എൻഡിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എക്സാമിന് എഴുതുക എന്നുള്ളതിനേക്കാളും നമ്മളത് കാണുന്നതാണ്. ദ മെത്തേഡ് ഓഫ് ദ അപ്രോച്ചിങ് ടെക്സ്റ്റ് വിത്ത് ദീസ് തിയറിറ്റിക്കൽ ടെനറ്റ്സ്, അവരുടെ പോയിന്റ് വെച്ച് അവരെങ്ങനെ അതിന് ഒരു ടെക്സ്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നോട്ട് ജസ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ, വി ഗെറ്റ് ഇൻ ദ കേസ് ഓഫ് എവറി തിയറി ഗിവൺ ഇൻ പീറ്റർ ബാരി ബിഗിനിങ് തിയറി ടെക്സ്റ്റ്, we have some examples of each theory that practically how do they analyze, apply these theories of the points. That's all with this session. Thank you.